അടിപൊളി നാടൻ ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് മീഡിയം സൈസിലുള്ള 3 വലിയ ഉള്ളി, 3 വലിയ തക്കാളി, 1.5 വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മുടെ ചാനലിൽ സിമ്പിൾ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസും വർക്ക് ഫ്രം ഹോം വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂട്ടാവൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിലുണ്ട്. നമ്മൾ ബീഫ് കഴുകി കുക്കറിലേക്ക് ഇട്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 വലിയ സ്പൂൺ മുളകുപൊടി, 1/2 വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. നമ്മൾ കുറച്ച് കുരുമുളകുപൊടി കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് താഴെയായാണ് നിൽക്കേണ്ടത്. ഒപ്പത്തിനൊപ്പം നിന്നാലും കുഴപ്പമില്ല. പക്ഷേ വെള്ളം കൂടുതലാവാൻ പാടില്ല. ഈ ബീഫിൽ നിന്നുള്ള വെള്ളവും കുറച്ചിറങ്ങാനുണ്ടാകും. ഈ സ്പൂൺ ഇങ്ങനെ വെച്ചത് എന്തിനാണ് എന്നറിയാമോ? അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യൂ. വീഡിയോയുടെ അവസാനത്തിൽ അതെന്തിനാണെന്ന് പറയാം. ഇനി നമ്മൾ കുക്കർ അടുപ്പിൽ വെക്കാം. എനിക്ക് 5 വിസിൽ ആവശ്യമായി വന്നു. നിങ്ങളുടെ കുക്കറിന്റെ രീതിക്ക് അനുസരിച്ച് ബീഫിന്റെ വേവും അനുസരിച്ച് ഇരിക്കും. ഞാൻ 3 വിസിൽ വന്നിട്ട് തീ കുറച്ചു വെച്ചു. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കാം. നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഉള്ളിൽ സ്പൂൺ വെച്ചാൽ വെള്ളം പുറത്തേക്ക് തൂവി പോകില്ല. അടപ്പ് വൃത്തിയായിരിക്കും. ഇനി നമ്മൾ ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ പാകത്തിന് എടുക്കാം. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് 3 ഏലക്കായ, ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു എന്നിവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ വലിയ ജീരകം എന്നിവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്. നമ്മൾ ബീഫ് വരട്ടിയതായതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ രുചി കൂടും. ഇനി നമ്മൾ കുക്കറിന്റെ അടപ്പ് വിസിൽ പൂർണ്ണമായും പോയതിനുശേഷം തുറന്നു നോക്കാം. നമ്മുടെ ബീഫ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളം ഇനി നന്നായി വറ്റി വരണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം പകുതി വറ്റി വന്നിട്ടുണ്ട്. ഇനിയും വറ്റാനുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ നോക്കണം. ഇനി നമ്മൾ മേലെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി വറ്റിവരുന്ന സമയം 2 പച്ചമുളക് നടുകീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് എത്രത്തോളം വെള്ളം വറ്റി വരണം അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. ചിലർക്ക് കുറച്ച് വെള്ളത്തോടുകൂടി ആവും ഇഷ്ടം. ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ടാവും വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫിന്റെ വേവ് കൂടാതെ ശ്രദ്ധിക്കണം. ബീഫിന്റെ വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ ബീഫ് മാത്രം മാറ്റിവെച്ചിട്ട് ആ വെള്ളം മാത്രം വറ്റിച്ചു വന്നതിനുശേഷം പിന്നീട് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാടോ. വേവ് കൂടി പോയവർക്കാണ് ഈ പറഞ്ഞത്. അല്ലാത്തവർ ഞാൻ ചെയ്തതുപോലെ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചോറിന്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ വെള്ളപ്പത്തിന്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്തു ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? ഇനിയും അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. താങ്ക് യു.